സ്നേഹാമസ് ആണ്. നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേ മുകളിൽ തന്നിട്ടുള്ളത്. പട്കഥ എഴുതാൻ വേണ്ടി മക്കളോട് ചോദിക്കും. എന്തായിരുന്നു പട്കഥ പറഞ്ഞത്? തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു സിനിമാ കഥ പോലെ നിങ്ങൾ എഴുതണം. ഓക്കെ, തിരക്കഥ. അത് ഏത് പാഠത്തിൽ നിന്നുമാണ് വരാൻ പോകുന്നത്? ഗർ പേട് താരക്ക് യാദേ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുമാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ആദ്യം മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. നോക്കാം, സീൻ 1 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൃശ്യം 1 പറഞ്ഞിട്ടായിരിക്കണം ആദ്യം എഴുതേണ്ടത്. പിന്നെ എന്ത് എഴുതണം? പ്ലേസ്. ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ടാണല്ലോ സംഭവം നടക്കുക. ആ പ്ലേസിന്റെ പേര് എഴുതണം. സ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഡോട്ട് ഇട്ടിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യുക? ഒരു ടൈം എഴുതി കൊടുക്കുക, ഏത് ടൈമിനാണ് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ പാത്രം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കഥാപാത്രങ്ങളാണ്. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് സംസാരിക്കാൻ പോകുന്നത്? തിരക്കഥയാണല്ലോ. അപ്പൊ പാത്രം ഏതൊക്കെയാന്നുള്ളത് എഴുതുന്നു. അവരുടെ ഏജ് എത്രയാണോ അത് നമ്മൾ എഴുതുന്നു. ഉമ്ര എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ഏജ് എഴുതി വെക്കുന്നു. വേഷഭൂഷ വെച്ച് എന്താണ്? അവർ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്താണോ ആ ഡ്രസ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ എഴുതുന്നു. ഇപ്പൊ സാരി ആണെങ്കിൽ സാരി എന്ന് വെച്ചാൽ സാരിക്ക് നമ്മൾ സാരി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഘടന. ഈ ഘടന എന്ന് പറയുന്നത് മക്കൾ ബ്രാക്കറ്റിൽ മാത്രമേ എഴുതാവൂ. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാക്കറ്റിൽ എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സംഭാഷണമാണ് എഴുതേണ്ടത്. തിരക്കഥ എന്ന് പറയുന്ന സമയത്ത് ഈ സ്ഥലവും സമയവും കഥാപാത്രവും മാത്രം പോരാ, അവരുടെ ഡയലോഗുകൾ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കണം അല്ലെ. അപ്പൊ ആ ഡയലോഗുകൾ മക്കൾ എപ്പോഴാണ് എഴുതേണ്ടത്? ഈ ലാസ്റ്റിലോട്ടാണ് എഴുതേണ്ടത്. കഥാപാത്രം 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപാത്രത്തിന് പേരിട്ട് കൊടുക്കണം. ആ പേരിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ എഴുതുന്നു. ലാസ്റ്റ് ഈ കോൺവെർസേഷൻ ഒക്കെ അവസാനിച്ചു കഴിഞ്ഞത് ദൃശ്യിക അന്ത്, ലാസ്റ്റ് എൻഡ് ആയി എന്നും കൂടി എഴുതി കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ പട്കഥയുടെ ഫോർമാറ്റ്. എന്തായാലും നാളത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാൻ പോകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇത് പഠിച്ചിട്ട് പോവാ. ബൈ ബൈ.